അതുപോലെ നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഒപ്പം സഹപ്രവർത്തകനെ എത്തിച്ചേർന്ന മനോജ് സന്തോഷ് തിരുവല്ലയും വെട്ടം കോട്ടയത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ പ്രേരണ പ്രസിഡന്റ് മജീദ് പായക്കൽ, മുൻ സെക്രട്ടറി ഉപദേശ സെക്രട്ടറിയുമായുള്ള സുബേർ, മുൻ പ്രസിഡന്റ് അസീസ് പാല, ഇപ്പോഴത്തെ ഉപദേശ സമിതി അംഗം മുസാൻകുട്ടി, ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയരാജ്, ബിജു എന്നിവരെ എല്ലാ വെട്ടം മെമ്പർമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. SSLC പ്ലസ് ടു മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ നമ്മുടെ നാടിൻ്റെ വിജയ താരങ്ങളായി മാറിയ പ്രിയപ്പെട്ട കുരുന്നുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ കുടുംബ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ അലങ്കരിക്കുന്നതിന് വേണ്ടി മജീദ് പാലക്കിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, അതിൻ്റെ അധ്യക്ഷ പ്രസംഗം നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ. നമസ്കാരം. ഈ വേദിക്ക് സ്വാഗതം പറഞ്ഞ വെട്ടം എന്ന കൂട്ടായ്മയുടെ സെക്രട്ടറി ജയചന്ദ്രൻ, ഈ വേദിയുടെ അധ്യക്ഷൻ മജീദ് പാലക്കൽ, വെട്ടത്തിൻ്റെ പ്രസിഡന്റ്, ഇവിടെ നിങ്ങളെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ഫാമിലി കൗൺസിലർ കൂടിയായിട്ടുള്ള ജലീൽ മാഷ് അമയും, ഇവിടെ മാജിക് ഷോ എന്ന കലാരൂപം അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള ഉണ്ണി വേണ്ടി, അതുപോലെ ആരോഗ്യവും ജീവിതശൈലി രോഗങ്ങളും ക്ലാസ് എടുക്കാനുള്ള സുബൈർ കളത്തിങ്കൽ, ഇവിടുത്തെ നിങ്ങൾക്ക് വേണ്ടി ക്വിസ് പ്രോഗ്രാം നടത്തുന്ന ഉഷ ജയചന്ദ്രൻ, ആശംസകൾ അർപ്പിക്കുന്ന ജയരാജ് വാളശ്ശേരി, ബിന്ദു പ്രാക്കുന്ന്, ശ്രീകുമാർ, മുസാൻകുട്ടി, അസീസ് അലവി, അസീസ് പാല, മുഹമ്മദ് അലി, ഉൾസ്കെ നായർ, മഷൂഖ്, മജീദ്, ബാക്കി വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദികളിരിക്കുന്ന പ്രവാസി കൂട്ടായ്മകളുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചത് വലിയൊരു പ്രസംഗത്തിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഞാനും 2 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ള ആളാണ്. 2 വർഷങ്ങളുള്ളൂ. ഒരു സ്കൂളിലാണ്, റിയാദിലെ അത്ഭുത എന്ന് പറഞ്ഞ സ്കൂളിലെ ചിത്രകലാധ്യാപകനായിട്ട് 2 വർഷം വർക്ക് ചെയ്തു. അവിടെ ലീവിന് വന്നിട്ട് തിരിച്ചു പോകാത്ത ആളാണ് ഞാൻ. എക്സിറ്റ് അടിക്കാതെ പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓരോ കണക്കിലെപ്പോഴും ഞാൻ പ്രവാസിയാണ്. അപ്പോൾ പ്രവാസം എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അതിൻ്റെ എന്താ പറയുക മാധുര്യം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഈ പച്ചപ്പും എല്ലാം വിട്ടുകൊണ്ട് ആ ഒരു നാട്ടിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദിവസങ്ങളെ ആലോചിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഈ അവിടെ എപ്പോഴും കുറേ പേര് അവിടെയാണ്, അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആടുജീവിതം സിനിമ കാണുമ്പോൾ കുറച്ചൊക്കെങ്കിലും, അത്രയ്ക്കൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തിനൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്താണ് ആ പ്രവാസം എന്നുള്ളത്. അതിനെക്കുറിച്ചും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ കേൾക്കുന്നൊരു പാട്ടുണ്ട്, പക്ഷേ പ്രവാസികളുടെ എന്താ പറയുക ദേശീയ ഗാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ അവിടുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ പക്ഷേ ആ പാട്ട് അവിടെ കുടുംബസംഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പാടുന്നൊരു പാട്ടാണ്. എന്തായിരുന്നു പാട്ട്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഇത് കേട്ട് അവിടെ നിന്ന് കരഞ്ഞു പോയ കുറെ ദിവസങ്ങളുണ്ട്. നാട്ടിലേക്ക് വരാൻ വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു പാടാൻ പ്രവാസികൾ ഉണ്ടാവില്ല അല്ലെ? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പൂരയുണ്ട്,
നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്. ആ പാട്ട് കേട്ടാൽ നമുക്ക് അല്ലാത്ത നാടിനെ കുറിച്ചൊക്കെ അവിടെ നിന്ന് വല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവുന്ന പാട്ടുകളാണ്. ഞാൻ അവിടെ ഗൾഫിലാവുന്ന എന്തൊരു ദേശീയകാരാക്കാൻ പറയാൻ പോവാണ്. അത്രത്തോളം നമ്മളെ മനസ്സിലേക്ക് ഇറങ്ങി കൊണ്ടുള്ള രണ്ട് പാട്ടുകളാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഭയങ്കര എല്ലാവരും ഭയങ്കര മസിലാണ്. ഒന്ന് കൈയ്യടിക്കും. ഞാൻ ഈ കുടുംബസംഗമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിട്ട് കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര ഫീലിങ്ങോട് ഇരിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകും. ചൂടുകൊണ്ടാണോ എന്താണ് അറിയില്ല. കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്നത്. കൂടുമ്പോൾ ഇമ്പം ഉണ്ട്. അങ്ങനെ ഇമ്പം കാണാനില്ല നിങ്ങളുടെ മുഖത്തോട്. എന്താണെന്ന് മനസ്സിലാവില്ല. ഭയങ്കര ടെൻഷനിലാണ്. ടെൻഷൻ ഉണ്ടാവും ഇല്ല. മഴ പെയ്യില്ലല്ലോ. ഇവിടെ ഇല്ലേ മഴ പെയ്യുന്ന പ്രശ്നമൊന്നും നമുക്കില്ല. എന്തായാലും ഇത്ര കാലം നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്നൊന്നും വല്ലാത്ത നിശ്ചയമൊന്നുമില്ല അല്ലേ. ഇങ്ങനെ കൂടിയിരിക്കാനുള്ള സന്ദർഭങ്ങളൊന്നും നമ്മളിപ്പോ വെറുതെ ആക്കാറില്ല. നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൂടിയിരിക്കാനുള്ള സമയമൊന്നും നമ്മളൊന്നും വെറുതെ ആക്കില്ല. കാരണം നമ്മൾ പരസ്പരം കാണാതെ, പരസ്പരം മിണ്ടാതെ, പരസ്പരം കൂട്ടുകൂടാതെ, സൗഹൃദങ്ങൾ പങ്കുവെക്കാതെ ഒരു ജാലകത്തിനപ്പുറത്ത് മുഖം മൂടി കഴിഞ്ഞവരാണ് അല്ലേ. കോവിഡിന്റെ സമയം നമ്മൾ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ കൂടാനൊക്കെ തുടങ്ങി, കൂടിയിരിക്കാൻ തുടങ്ങി അല്ലെ. ഇങ്ങനെ കൂടിയിരിക്കാനുള്ള ഇടങ്ങൾ ഇനി ഉണ്ടാവട്ടെ. നമ്മളിങ്ങനെ എന്താ പറയാ, പൊട്ടുതൊട്ടവരും തട്ടമിട്ടവരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാറുള്ളത്. എത്ര കാലം നാം ഇവിടെ ഉണ്ടാവും. കൈയടിച്ച് പാടിക്കൂടെ? പാട്ടൊക്കെ പാടാൻ രസല്ലേ? പാടിക്കൂടെ? അല്ലേ? എത്ര കാലം നാമിനി ഇവിടെ ഉണ്ടാകും, എത്ര കാലം നാമിനി ഇവിടെ ഉണ്ടാകും, എത്ര കാലം നാമിനി ഇവിടെ ഉണ്ടാകും. നിലാവിന്റെ നാട്ടില് നിലാവിൻ ചോട്ടില് നമുക്കൊന്നിച്ചിരുന്നോടെ, നമുക്കൊന്നിച്ചിരുന്നോടെ. എന്റെ കൈ പിടിച്ചൂടെ, എന്റെ കൈ പിടിച്ചൂടെ. അപ്പൊ കൂടി പാടാം. പാടട്ടോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. എങ്ങനെയാണ്? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ അല്ലേ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടരുത്, നമ്മളെ മാത്രം. ഒന്ന് കൈയടിച്ച് പാടാൻ റെഡിയല്ലേ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? റെഡി? നിങ്ങളെ ഹലോ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ.
നീയെന്തിന് ഇവിടെ നിങ്ങളെന്തിന് ഞാനെന്തിന് ഇവിടെ ഞങ്ങളെന്തിന് ഞാനെന്തിന് ഇവിടെ ഞങ്ങളെന്തിന് ജാതിയെന്തിന് ഇവിടെ മതമെന്തിന് നിറമെന്തിന് ഇവിടെ വർണ്ണമെന്തിന് നിറമെന്തിന് ഇവിടെ വർണ്ണമെന്തിന് നമ്മളൊന്നല്ലേ നമ്മളൊന്നല്ലേ നിങ്ങളെ മാത്രം പറയപ്പാ നമ്മളെ മാത്രം പറയപ്പാ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ അതാണ് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് വരില്ല. പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ കൂടെ പൊന്നോ എന്നൊരു പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു കാലത്തിൻ്റെ കൂടെ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്നമ്മ വിളിക്കേണം ഒച്ച പോലെ എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്നമ്മ വിളിക്കേണം ഒച്ച പോലെ എന്റെ ഉമ്മ മണ്ണോട് നന്നായെന്ന് അപ്പം തന്നല്ലേ പറയാറുണ്ട് തന്നല്ലേ പറയാറുണ്ട് ആയകേട്ട് കരയുടെ മുന്നോ ആയകേട്ട് കരയുടെ മുന്നോ ആയകേട്ട് ഞാന് ചൊല്ലിത്തരാം മാസം കരുണക്കിടം പിന്നാൻ കുടിക്കാനുള്ള കാലം അടിവച്ച് വീണ് കരയണ പ്രായം നീയന്ന് നീന്തി നടക്കണ കാലം അടിവച്ച് വീണ് കരയണ പ്രായം തീർപ്പ് ഉണ്ണി
തിങ്കൾ കിടാവോ എന്ന് അമ്മ പാടിയപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അമ്മ നല്ല പാട്ടുകാരിയായതുകൊണ്ടോ ഉമ്മ നല്ല പാട്ടുകാരിയായതുകൊണ്ടല്ല നമ്മൾ ഉറങ്ങിപ്പോയത്. ആ പാട്ട് ഇങ്ങനെ ചന്ദീപ കൊട്ടി പാടുമ്പോൾ ആ പാട്ടിന്റെ താളത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന്റെ താളവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ആ പാട്ട് തന്ന ഉമ്മയെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പഠിപ്പിച്ച ഉമ്മയെ, വാക്കുകൾ തന്ന ഉമ്മയെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അല്ലേ? മക്കളോട് പറയാൻ അത്രേ ഉള്ളൂ. അതുപോലെ ബാപ്പ, അച്ഛനെപ്പോഴും വില്ലനാണ്. അല്ലേ? ബാപ്പ വില്ലനല്ലേ? അല്ലേ? ബാപ്പാനെ വില്ലനാക്കുന്നതാരാ? ഉമ്മ. ബാപ്പട് വരട്ടെ, അടക്കാൻ ശരിയായി തരാം. അങ്ങനെയല്ലേ നിങ്ങൾ പറയാ? നിങ്ങൾക്ക് ഈ പണി പറ്റില്ല. ചെക്കന്മാരെന്തെങ്കിലും കുത്തങ്ങൾ കിട്ടിയാൽ ബാപ്പട് വരട്ടെ, അടക്കണ്ടല്ലോ, അടക്കാൻ്റെ കാളിയാണ് നിർത്തി തരാറ്. അല്ലെങ്കിൽ പറയാ ഇല്ലേ? ബാപ്പ അങ്ങനെ വൈകുന്നേരം കൊയങ്ങി ആ കീസൊക്കെ വെച്ച് ഇങ്ങനെ കൊയങ്ങി ഇങ്ങനെ കരച്ച് കഴിഞ്ഞ വരികയൊക്കെ പണിയൊക്കെ കഴിഞ്ഞു. അതിൽ ഉമ്മ പറയാണേ, നോണ്ടല്ലോ കറക്റ്റായിട്ട് ഇവിടെല്ലോ ഇപ്പത്തെ മറ്റേ ആദ്യം ടി വി നിർത്തി പൊട്ടിച്ചുകൊള്ളു ഓരോ മൂന്നൊക്കെ കൊടുത്തോളിങ്ങള്. ബാപ്പ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ബാപ്പ എന്താ പറയാ, പാവാണ്. ആകെ വേദാറായി. എന്റെ മക്കളെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ തലയിലൂടെ തലോടി പോകുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ പേരാണ് ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. അല്ലെ? സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ. സ്വയം വെയിലേറ്റ് നമുക്ക് തളയിലേക്കുന്ന വലിയൊരു ആൽമരമാണ് അച്ഛൻ, ബാപ്പ. ആ ബാപ്പാനെ നിങ്ങൾ നോക്കുകൊണ്ടോ വേദനിപ്പിക്കരുത്. കാരണം നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അല്ലെ നമുക്ക് ജീവൻ തരുന്നത് നിങ്ങളുടെ ഉമ്മയും ബാപ്പയാണെങ്കിൽ ജീവൻ തരുന്ന വേറൊരു കൂട്ടരുണ്ട്. ഓരോ പേരാണ് അധ്യാപകർ. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, അവരെ കൂടി ചേർത്ത് വയ്ക്കുക. മാതാപിതാ, ഗുരു, അല്ലെ? അപ്പൊ നിങ്ങൾ ഇവരെ മൂന്നാളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ആരെ കാണും? ദൈവത്തെ കാണും. അല്ലെ? ബാപ്പാനെ, ഉമ്മാനെ നോക്കുകൊണ്ടോ വേദനിപ്പിക്കരുത്. കാരണം നമ്മൾ പല ഉയരങ്ങളിൽ കീഴടക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഇതുപോലെയുള്ള ഒരുപാട് മൂല്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക്. നിങ്ങളത് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ഈ സ്നേഹം, നിങ്ങൾ പങ്കിടുന്ന ഈ സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ വെട്ടം, ഈ കൂട്ടായ്മയ്ക്ക് ആവട്ടെ. കാരണം അവര് പുതിയ തലമുറയിലെ കുട്ടികളാണ്. അവര് ഒന്നും കേൾക്കാൻ തയ്യാറാവാത്ത കുട്ടികളാണ്. നമ്മൾ പുതിയ തലമുറയിലെ ന്യൂജൻ കുട്ടികളാണ്. അവർ നിങ്ങൾ പഴയകാലത്തിന്റെ നല്ല കഥകളും പഴയകാലത്തിന്റെ നല്ല ഓർമ്മകളും ഈ പങ്കുവയ്ക്കലും സ്നേഹവും അവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അവർ വലിയ വലിയ ഉയരത്തിലെത്തട്ടെ. നമ്മുടെ ഈ മലാല യൂസഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലാല സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ മലാല, അല്ലെ? മലാല പെൺകുട്ടിയാണ്. അവൾക്ക് ഈ സമ്മാനം കിട്ടിയപ്പോൾ, നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ മലാലയുടെ ബാപ്പാട് ചോദിച്ചു, പത്രക്കാർ വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ വളർത്തിയെടുത്തത് ചോദിച്ചപ്പോൾ ആ പിതാവിന്റെ മറുപടി ഇതായിരുന്നു, ഞാൻ എൻ്റെ മകളുടെ ചിറകുകൾ അരിഞ്ഞില്ല. നിങ്ങളുടെ മക്കൾക്ക് ചിറകുകളുണ്ട്, മനോഹരമായ ചിറകുകളുണ്ട്. അത് നിങ്ങൾ അറിയാതിരിക്കുക. അവരുടെ ആകാശം വളരെ വിശാലമാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്ക് അരുത് എന്നുള്ള വാക്കുകൾക്കപ്പുറത്ത് അവരുടെ ഇഷ്ടങ്ങൾ കൂടി നിങ്ങൾ ചെവി കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാൻ കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ തയ്യാറാവണം. ഒരുപാട് ഉമ്മമാരുള്ളതാണ്. സോപ്പിന്റെ പേര് ചന്ദ്രിക. സോപ്പിന് സന്തോഷെന്നോ അല്ലെങ്കിൽ സുരേഷെന്നോ ഒന്നും പേരില്ല. സോപ്പിന്റെ പേര് ചന്ദ്രിക, പെണ്ണുങ്ങളെ പേരാ. ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ. ചന്ദനത്തിരിക്കും സുരേഷിന് പേരില്ല. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ. അരിഞ്ഞു തീരാനും എരിഞ്ഞു തീരാനും പെൺപേരുമാണ്. ഈ അരിഞ്ഞു തീരുന്നതിനും എരിഞ്ഞു തീരുന്നതിനൊക്കെ പെണ്ണുങ്ങളുടെ പേരാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, ചേച്ചിമാരോട്, അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അരിഞ്ഞു തീരേണ്ടവരോ എരിഞ്ഞു തീരേണ്ടവരല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ആൺ സമൂഹത്തോടൊപ്പം ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടവരാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ അമ്മമാരോട് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. 6 മുതൽ 10 വരെ ഒരു സീരിയലിന്റെ മുന്നിൽ കരഞ്ഞു തീരേണ്ടവരോ അല്ല എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ കാതു കൊടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഉന്നത വിജയം കിട്ടിയ കുട്ടികൾക്ക് ഇനിയും ഉയരത്തിലെത്താൻ അവരുടെ ചിറകുകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാട്ട് 4 പേര് കൂടി പാടി അവസാനിപ്പിക്കുകയാണ്. അവരോട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എൻ്റെ പാട്ടിലൂടെ പറയുന്ന ആളാണ്. എനിക്ക് പറച്ചിൽ കുറച്ച് കുറവാണ്. ഞാൻ പാട്ടാണ് എൻ്റെ പറച്ചിലും ഒക്കെ. അപ്പൊ എന്തായാലും അവർക്ക് വലിയ ഉയരത്തിലെത്താൻ പറ്റട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. കുട്ടികളെല്ലാവരും പാടും. കുട്ടികൾക്ക് വേണ്ടിയാണ് പാടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ നിങ്ങളും കുട്ടികളല്ലേ? കുറച്ചു നേരം കുട്ടികളെ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെന്ന് പറയാവുക എന്ന് പറയുന്നത് നല്ല സുഖമല്ല. ഒന്നുകൂടെ ഇറങ്ങി വരണം.
ഞാൻ നേരത്തെ പറഞ്ഞ ആ കക്ഷത്തിലുള്ള ഒരു 5-6 ഇഷ്ടിക ഉണ്ടായില്ലേ നേരത്തെ, ഇപ്പൊ 2-3 ആയിട്ട് ചുരുങ്ങിയിരുന്നു. അത് ഇഷ്ടിക ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൺകുടി നിൽക്കണ്ട, കുറച്ചൊന്ന് ഇഷ്ടിയൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ലൂസായിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് സുഖം കിട്ടും. ഇപ്പോൾ ഈ മാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ കോഴിക്കോട് നടക്കാതെ വന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. കോഴിക്കോട് അടച്ചപ്പോഴോ പിടിച്ച് കൂട്ടിക്കണോ എന്നുള്ള ഭയങ്കര ടെൻഷനാണ്. അത് കൂട്ടിയിട്ടല്ലേ പോകുന്നത്, കുറച്ച് നേരം കുഴപ്പമില്ല, കറണ്ടല്ലേ, അതിന് പൈസ കൊടുത്താൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ പാടുക. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ്, അമ്മയെ പോലെ ആവണം കുട്ടികൾക്ക് അല്ലേ. അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പല പോലെ വലുതാ പറ്റിയ ഡ്രൈവറാണോ, പല പോലെ അല്ലെ പോലീസുകാരനാവണമൊക്കെ അല്ലേ. പക്ഷെ ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ എപ്പോഴും അമ്മയെ പോലെ ആവാൻ ഇഷ്ടം അല്ലേ. അമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്, എന്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്, എന്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കയ്യെടുത്തൊന്നും ചോദിക്കാം അങ്ങനെ പറയാം അല്ലേ. ചെറുതു വിരിച്ചു മേനി തുറന്നു ഞാനും മുട്ട പറക്കേണോ, ചെറുതു വിരിച്ചു മേനി തുറന്നു ഞാനും മുട്ട പറക്കേണം. കണ്ണീരുകളായി മാറേണം, കണ്ണീരുകളായി മാറേണം, പിന്നീടുകളായി തീരേണം. കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്, എന്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. മനസ്സിലാക്കേണ്ടത് പറക്കുമ്പോ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു പറക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മക്കള് പ്രത്യേകിച്ച് ഇവിടെ കിട്ടിയിട്ടാണ് എനിക്ക് പറയുന്നത്, ഇങ്ങനെ പറക്കുമ്പോ ഒരുപാട് തടസ്സങ്ങളുണ്ട്. വലിയ ഉയരത്തിലേക്ക് പറക്കാൻ നിങ്ങൾക്കാവട്ടെ. പറക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒന്നായിട്ട് പറന്നു പോകാതെ താഴെ നിങ്ങളെ കാത്തിരിക്കുന്ന കണ്ണുകളുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ, അമ്മയുടെ, ആങ്ങളമാരുടെ, അനിയത്തിമാരുടെ ആ കണ്ണുകൾക്ക് കണ്ണുകളായി മാറാൻ അല്ലെ, കണ്ണിന് കണ്ണായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാൻ നിങ്ങൾക്കുള്ള തിരിച്ചറിവുള്ള കുട്ടികളായി നിങ്ങൾ മാറട്ടെ. അറിവ്, കല എന്നത് അറിവല്ല, കല എന്നത് തിരിച്ചറിവാണ്. കല്ലിനെ കല്ലായി കാണുന്നത് അറിവാണെങ്കിൽ കല്ലിലൊരു ശില്പമുണ്ട് എന്നത് തിരിച്ചറിവാണ്. അങ്ങനെ തിരിച്ചറിവുള്ള കുട്ടികളായി നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി വെട്ടം ഗ്രൂപ്പിന്റെ ഈ പരിപാടി വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാ സുമനസ്സുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി. സുരേഷ് തിരുവാലി സാറിനും സന്തോഷ് സാറിനും നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. സുരേഷ് തിരുവാലി സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. സീരിയൽ നടനാണ്, സിനിമ നടനാണ്, ഡ്രോയിങ് മാസ്റ്ററാണ്. സ്വന്തമായിട്ട് കരൺ തിരുവാലി എന്നുള്ള ഒരു നാടൻ കലാരൂപങ്ങളുടെ ഒരു ടീം തന്നെയുണ്ട്. ഒരു ദിവസം മുഴുവൻ പ്രോഗ്രാം ചെയ്താലും തീരാത്തത്ര കലാരൂപങ്ങളും നാടൻ പാട്ടുകളും അവരുടെ കയ്യിലുണ്ട്. നമ്മൾക്ക് വേണ്ടി അരമണിക്കൂർ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ചിലവഴിച്ച ഇവർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് പട്ടാളക്കാരും പോലീസുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ കുട്ടികളെ ഓരോ ഡിഗ്രികളൊക്കെ കൊണ്ടുവരുന്നത്. അത് പലതും നമുക്കറിയില്ല പേരുകളൊന്നും. അപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് MBA പാസ്സായ ഉത്സാഹ നായർക്കുള്ള
ആദരിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹൻ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് സമ്മാനം കൊടുക്കുന്നത് ആരുമല്ല, നമ്മുടെ സ്വന്തം സുരേഷ് തിരുവാലി സാറാണ്. നല്ലൊരു കയ്യോടുകൂടി വരവേൽക്കണം ഉത്സാഹൻ നായർക്ക്. ഹലോ. അപ്പൊ നമുക്ക് നമ്മളെ കുട്ടികളോട് ഉത്സവയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച വെട്ടത്തിന് വളരെ നന്ദി പറയുന്നു. പിന്നെ ഉന്നത ഉന്നത മാർക്ക് കൈവരിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് ശരിക്കും നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് പോവാം. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് MBA കഴിഞ്ഞെത്തിയ മഷൂഖ് മജീദ് പാലക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ഈ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി സുരേഷ് തിരുവാലി സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി, നമ്മളെ കുട്ടിയാണല്ലേ. മഷൂഖ് മജീദിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പിന്നെ കുറേ കാലമായി സ്റ്റേജ് മേലെ കയറിയിട്ട് നല്ല ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റി നല്ല സന്തോഷമുണ്ട്. ഞാൻ വെട്ടം വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ കാലമായിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ശരിക്കും വീക്ഷിക്കലുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഈ പരിപാടി, എനിക്ക് വേണ്ടി ഈ സ്ഥാനം എന്ത് പ്രോത്സാഹനമാണ്, ഇതൊരു മോട്ടിവേഷനാണ് ഇപ്പോൾ നമുക്ക് തന്നതിന് നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പരിപാടികൾ നടത്താൻ അവർ കഴിയട്ടെ. ഇതൊരു തുടക്കമാവട്ടെ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വലിയ വലിയ സംഗമങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ +2 10th ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറേ എൻട്രൻസ് കോച്ചിങ്, അങ്ങനെ കോച്ചിങ് മീറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ കുറേ മാർഗങ്ങളുണ്ട്. കുറേ പുതിയ വരുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ്, അത് വലിയൊരു ഓൺടർപ്രണർഷിപ്പ്, ബിസിനസ്സുകാരാവുക, അല്ലെങ്കിൽ അങ്ങനെ സൊസൈറ്റിയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുക, മ്യൂണിസിപ്പാലിറ്റീസ്, അങ്ങനത്തെ കുറേ ആൾക്കാർ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ മാർഗങ്ങളുണ്ട് ജീവിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാനിപ്പോൾ യൂറോപ്പിൽ അയർലൻഡ് എന്ന രാജ്യത്ത് പഠിക്കാൻ പോയതാണ്. ഇപ്പോൾ അവിടെ ഒരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യണമല്ല. നമ്മുടെ ഡ്രീം, എല്ലാവരും ഡ്രീം എന്താവണം, നമ്മൾ ഈ ലോകത്ത് വന്നത് എന്തെങ്കിലും ഒരു നമ്മളേതായിട്ടൊരു മാർക്ക് ഉണ്ടാക്കാൻ നോക്കണം. നമ്മൾ വന്നിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കണ്ട് കുറേ കാലം കൊണ്ട് പോകുക എന്നല്ലാതെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കെന്താ ഈ ലോകത്ത് എന്താ ചെയ്യാൻ പറ്റുക, ചെറിയ മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഇവരൊക്കെ വർക്ക് ചെയ്യണ പോലെ ഒരാളെ ജീവിതത്തിൽ ചെറിയൊരു ചിരി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പോയ പോലെ തന്നെ പല രീതികളും പല കാര്യങ്ങളുണ്ട്. 10+2 കഴിഞ്ഞ ആൾക്കാർക്ക് ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പിലുണ്ട്. എൻ്റെ മെസ്സേജ് കഴിഞ്ഞാൽ എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഈ വെട്ടം പ്രവാസി സംഘത്തിനും പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമുക്ക് ഉദ്ഘാടനം പെട്ടെന്ന് നടത്തേണ്ടതുണ്ടായതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ആ സമയത്ത് നടത്തിയിരുന്നില്ല. നമ്മുടെ പ്രസിഡന്റ് മജീദ് പാലക്കലിനെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് സാർ, അതുപോലെ തന്നെ നമുക്കിവിടെ മോട്ടിവേഷൻ ക്ലാസ്, അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ എത്തിയ നമ്മുടെ നാട്ടുകാരൻ, ആമിയൂർ പ്രദേശത്തുകാരൻ കൂടിയായ, അതുപോലെ തന്നെ നമ്മുടെ കാരക്കുന്ന് ഹൈസ്കൂളിലെ മാഷ് കൂടിയായ ജലീൽ സാറ്, അതുപോലെ തന്നെ വെട്ടം കൂട്ടായ്മയുടെ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ, വെട്ടം കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം ജയരാജ് വാൾശ്ശേരി, നമ്മുടെ വെട്ടം കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയകുമാർ, ശ്രീകുമാർ, അതുപോലെ തന്നെ വെട്ടം കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ അസീസ് പാലാർ, അതുപോലെ തന്നെ വെട്ടം കൂട്ടായ്മയുടെ പ്രസിഡന്റ് അസീസ് നെടുങ്കൊണ്ടൻ, അതുപോലെ തന്നെ നമ്മുടെ വെട്ടം കൂട്ടായ്മയുടെ ഉപദേശക സമിതി അംഗം ശ്രീ മൂസാൻ, അതുപോലെ തന്നെ മറ്റൊരു ഉപദേശക സമിതി അംഗം മാനുപ്പ, മറ്റു ഇവിടെ അവാർഡ് വാങ്ങിയ ഉത്സ കെ നായർ LLB, മാഷൂർ മജീദ് MBA, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആരോഗ്യ ജീവിതശൈലി രോഗങ്ങളും എന്ന ക്ലാസ് എടുക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ അംഗം കൂടിയായ സുബൈർ കളത്തിക്കൽ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വലിയൊരു മഴ പെയ്ത് തോർന്ന ഈ അവസരത്തിൽ ഒരു പ്രസംഗത്തിന് ഒരു ഗ്യാപ്പില്ല, ഒരു ഇതില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അധ്യക്ഷൻ പ്രസംഗം എന്നുള്ള ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വെട്ടം കൂട്ടായ്മയെ പറ്റി നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമല്ല. ഇവിടെ 2016 മുതൽ നമ്മുടെ ഈ പ്രദേശത്ത്, കാരക്കുന്ന് പടിഞ്ഞാറക്കര പ്രദേശത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് വെട്ടം എന്നുള്ളത്. അതിന്റെ മുമ്പ് ഇത് ഏകദേശം നമ്മുടെ ഇതിന്റെ മാതൃസംഘടന എന്ന് പറയുന്നത് 2004 ജിദ്ദയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷമായി ഇതിന്റെ പ്രവർത്തനം ഇവിടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആദ്യം നമുക്കറിയാം, ജിദ്ദയിലും മക്കയിലും മാത്രം എന്ന് വെച്ചില്ല. ആ സമയത്തൊന്നും നമുക്ക് സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ വിദേശത്തുള്ള ആളുകളെ ബന്ധപ്പെടാന് സാധ്യമല്ലാത്ത ഒരു അവസരമായിരുന്നു. പിന്നീടാണ് നമുക്ക് ഇതേപോലെയുള്ള സൗകര്യങ്ങൾ, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ വന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വിദേശത്ത് താമസിക്കുന്ന, ജോലി ചെയ്യുന്ന പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജിദ്ദയിൽ മാത്രമല്ല, റിയാദിൽ മാത്രമല്ല, UAE-യിലും അതുപോലെ തന്നെ ഖത്തറിലും, അങ്ങ് യൂറോപ്പിൽ വരെ നമ്മുടെ അംഗങ്ങളുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യം വെട്ടം കൂട്ടായ്മയുടെ ഒരു കുടുംബ സംഗമം വളരെ ആവേശകരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വെട്ടം കൂട്ടായ്മയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഈ നാട്ടില് പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. വലിയ കോലാഹലങ്ങളൊന്നും ഒരു പക്ഷേ മറ്റുള്ള സംഘടന പോലെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വലിയ ഫ്ലക്സ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റു ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ടൊന്നുള്ള വലിയൊരു പ്രഹസനമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പ്രയാസത്തിൽ ചെറിയ രീതിയിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും അവരുടെ പ്രയാസത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ വെട്ടം കൂട്ടായ്മക്ക് സഹായകരമാകാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ചിലവരൊക്കെ ചോദിക്കും, എവിടെയാണ് ഇപ്പോൾ പട്ടിണി ഉള്ളത്, എവിടെയാണ് ഇവിടെ എത്ര പ്രയാസമുള്ളത്. നമുക്കറിയാം, ഞാൻ ഓർക്കുകയാണ്, ഞങ്ങള് ജിദ്ദയിൽ ഇതിന്റെ ആരംഭഘട്ടത്തിൽ ഇവിടെ ഞാനൊക്കെ ജിദ്ദയിലുള്ള സമയത്താണ് ഇവിടെ ഞങ്ങളൊരു കിറ്റ് വിതരണം ചെയ്തു. ഇവിടെ ഒരു കിറ്റ്, ഇവിടെയുള്ള പ്രവാസികള് ഒരു കിറ്റ് വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത് കിട്ടി. പിറ്റത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ വേറൊരു വ്യക്തി പറയാണ്, ആ കുട്ടികൾ ആ ദിവസം കിറ്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസങ്ങൾ പട്ടിണിയായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ നമുക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെയാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും ക്ലാസുകളും നൽകിക്കൊണ്ട് സമൂഹത്തിൽ നല്ലൊരു ഉത്തമ പൗരന്മാരായിക്കൊണ്ട് വാർത്തെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് വെട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികള് ഈ SSLC, +2, അതുപോലെ തന്നെ LSS, USS പരീക്ഷകളിൽ വിജയം നേടി അവാർഡ് വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തരിക. നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് ഇവിടെ ക്ലാസ് എടുക്കാനുണ്ട്. അതേപോലെയുള്ള നൽകിക്കൊണ്ട് അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഇതിന്റെ ഇടയിലുണ്ട്. നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളുടെ വെട്ടം കൂട്ടായ്മയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും കൂടുതൽ നീട്ടിപ്പരത്തിയാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ക്ലാസ്സുകൾ, വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ആശംസാ പ്രസംഗം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാജിക് ഷോ ഇവിടെ നമ്മുടെ ഏറ്റവും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മാജിക് ഷോ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ വേണ്ടിയുള്ള നമ്മളെ കുട്ടികളും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ അടക്കമുള്ളവര് ഇവിടെ ഗാനം ആലപിക്കാൻ വേണ്ടി എല്ലാം ഉണ്ട്. ആയതിനാൽ നമുക്ക് ഈ ഒരു സംഗമം കഴിയുന്നത് വരെ, ഈ ഒരു തീരുന്നത് വരെ നിങ്ങൾക്ക് ആരും പിരിഞ്ഞു പോകരുത്. അതിനുശേഷം ഒരു ചെറിയ ലഘു സ്നാക്സ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് വേണം പിരിയാൻ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്ലാസ്, ആരോഗ്യ ക്ലാസ് ഒക്കെ എടുക്കാനുണ്ട്. ഏതായാലും കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സുരേഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.